രണ്ടാമത് ഏലിയാവ് പറഞ്ഞ കാര്യത്തിന് ജനം ഒന്ന് പറഞ്ഞു, അത് നല്ല വാക്ക്. രണ്ടാമത് ഏലിയാവ് പറഞ്ഞ കാര്യം ഇതാണ്: ഒരു കാളയെ എന്ത് ചെയ്യട്ടെ, തരട്ടെ, പിന്നെ ഒരു കാളയും കൂടെ തരട്ടെ. അത് ഒന്നിനെ എന്ത് ചെയ്യണം, മുറിച്ച് കഷ്ണങ്ങളാക്കി വിറകിന്റെ മേലെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ആരാധനയിൽ നിങ്ങളുടെ ദൈവത്തെ വിളിക്കുക, ബാലിനെ വിളിക്കുക. നിങ്ങൾ ബാലിന്റെ ആരാധകരല്ലേ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിക്കുക. ഞാന് എന്റെ ദൈവത്തെ വിളിക്കാം. എന്നിട്ട് ഒറ്റ കണ്ടീഷൻ ഉണ്ട് അവിടെ. എന്തുവായിരുന്നു? വിറകിന്റെ മേൽ വെച്ചിരിക്കുന്ന കാളയുടെ കഷ്ണങ്ങളിൽ തീ കത്തിക്കരുത്. കാരണം യാഗത്തിന് വേണ്ടിയുള്ള തീ എന്ത് ചെയ്യരുത്, കത്തിക്കരുത്. പകരം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവം എന്ത് ചെയ്യട്ടെ, തീ ഇറക്കട്ടെ. ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം, എൻ്റെ ദൈവം തീ ഇറക്കട്ടെ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഞങ്ങളുടെ ദൈവമാണോ ബാലാണോ ദൈവമെന്ന് തീരുമാനിക്കാം എന്ന് ഏലിയാവ് പറഞ്ഞപ്പോൾ ജനം പറഞ്ഞു, അത് നല്ല വാക്കാണ്. അവിടെ ഒരു പ്രതികരണം ഉണ്ടായി. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു. ഏതാണ് ദൈവം? ഏലിയാവിന്റെ ദൈവമാണോ ദൈവം, അതോ ബാലാണോ ദൈവം? ഒരു തിരഞ്ഞെടുപ്പ് വന്നു. അപ്പൊ ജനമൊക്കെ പറഞ്ഞു, അത് നല്ല വാക്ക്. നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽ വയ്ക്കുമെന്ന് ഏലിയാവ് സംസാരിച്ചപ്പോൾ അവരൊന്നും തന്നെ മിണ്ടുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് നല്ല, ഒന്ന് നോക്കാം. ഒന്നുകൂടെ പറഞ്ഞാൽ ജനത്തിന് ഒരു മാനസാന്തരം ഉണ്ടായി. ജനം പറഞ്ഞു അത് നല്ല കാര്യമാണ്, ഒന്ന് നോക്കിക്കളയാ. എന്നോട് ഞാൻ ചില വിഷയങ്ങളെ നടുവിൽ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ പലരും എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ചിലരെന്നോട് പറഞ്ഞു, നീ യേശുവിനെയും കൂടെ ഒന്ന് വിളിച്ചു പ്രാർത്ഥിക്കും. വിഷയത്തിനകത്തൊരു വിടുതലില്ലാതെ ഭാരത്തോടെ ഇരിക്കുന്ന സമയത്ത് പല പ്രാവശ്യം ഞാൻ പലരുടെയും വാക്കുകൾ തള്ളിക്കളഞ്ഞ അവസാനം ഒടുവിൽ ഞാൻ തീരുമാനിച്ചു, ശരിയാ, വലിയൊരു ചെലവൊന്നുമില്ലല്ലോ, ചില വാക്കുകളുടെ കാര്യമല്ലേ ഉള്ളൂ, എങ്കിൽ പിന്നെ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു. മനസ്സിലായവർക്കായി സ്തോത്രം. ഇന്നു പകൽ നിങ്ങളുടെ ഹൃദയത്തിലെ തീരുമാനത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? തീരുമാനത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറഞ്ഞാട്ട് തീരുമാനത്തിന്റെ മേൽ. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്ത് പറ, നിന്റെ തീരുമാനത്തിന്റെ മേൽ, നിന്റെ തീരുമാനത്തിന്റെ മേൽ അത്ഭുതം കാണും. നിന്റെ തീരുമാനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി കാണും. നിങ്ങളുടെ തീരുമാനങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. അത് നല്ല തീരുമാനമാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളും കൂടെ ഒന്ന് നമുക്കൊന്ന് വായിക്കാം, പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ച്. ഓക്കെ. ഓക്കെ ഓക്കെ. ഇവിടെ നോക്കണമേ, ബാലിന്റെ പ്രവാചകന്മാരുണ്ട്, സത്യദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവും ഉണ്ട്. ബാലിന്റെ പ്രവാചകന്മാർക്ക് ആദ്യ അവസരം കിട്ടി. യാഗപീഠം ഒരുക്കി, അവര് വിറക് വെച്ചു, കാളയെ കഷ്ണം കഷ്ണമാക്കി, വിറകിന്റെ മുകളിൽ കാളയുടെ മാംസകഷ്ണങ്ങൾ നിരത്തി വെച്ചു. ബാലിന്റെ പ്രവാചകന്മാരും ജനവും ഉച്ചത്തിൽ ബാലിനെ വിളിക്കാൻ തുടങ്ങി. ബാലേ, ഉത്തരമരുണമേ എന്ന് പറഞ്ഞ് ഇവർ നിലവിളിക്കുകയാണ്, പക്ഷെ ഉത്തരമില്ല. പലപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ലേ നമ്മൾ? മിണ്ടുന്നില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുൻപേ ഏതെല്ലാം മേഖലകളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഏതൊക്കെ വിളികൾ നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വന്നു, ഏതൊക്കെ ദൈവങ്ങളെ വിളിച്ചു.
അവിടെ ഒന്നും പ്രവർത്തിക്കുവാൻ കഴിയാതെ പരാജയപ്പെട്ട അനുഭവം ജീവിതത്തിൽ ഉണ്ടായപ്പോഴല്ലേ ഈ ജീവനുള്ള യേശുവിനെ ഒന്ന് വിളിക്കാൻ തീരുമാനമെടുത്തത്. ഓ, എത്ര പേർക്ക് ആ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇതാ വിളിക്കുകയാണ്, ബാലേ ഉത്തരമരുളണമേ. അവര് വിളിച്ച് ഉച്ച സമയം വരെയായി. വളരെയധികം നിലവിളിച്ചവർ വിളിച്ചു, ഉത്തരമില്ല. ഉച്ച സമയമായി. ഏലിയാവ് എഴുന്നേറ്റ് പ്രതികരിക്കാൻ തുടങ്ങി. ഏലിയാവ് കളിയാക്കാൻ തുടങ്ങി. എന്തുവാ കളിയാക്കിയത്? നോക്കാം, വായിച്ചേ. അവൻ ദേവനല്ലേ, അവൻ ധ്യാനിക്കുകയാണ്, വെളിക്ക് പോയിരിക്കുവാണ്, യാത്രയിലാണ്, ഉറങ്ങുകയാണ്. അതുകൊണ്ടാ വിളിച്ചാ കേൾക്കാത്തത്. അവനെ ഉണർത്തണമെന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഉണർന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഉണരാൻ കഴിയാത്ത ദൈവമെന്ന് വിളിക്കുന്ന ചിലതുമുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു ഞങ്ങൾ സേവിക്കുന്ന ദൈവം? ഹല്ലേലൂയ. അവൻ പ്രവൃത്തിയിൽ ശക്തനാണ്, ആലോചനയിൽ വലിയവനാണ്.